ലോകം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കിയിട്ട് കാലങ്ങളേറെയായി. തദ്ദേശീയമായി വികസിപ്പിക്കുന്ന നിരവധി സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ഫ്രാൻസിനോട് ചേർന്ന് അവരുടെ സാങ്കേതിക വിദ്യ കൂടി ഇന്ത്യക്ക് കൈമാറുമ്പോൾ അത്ഭുതങ്ങൾ, വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് വേണം കരുതാൻ. മോദി മാക്രോൺ മാജിക് എന്നാണ് ഈ കരാർ ഒപ്പിടലിനെ മാധ്യമങ്ങളടക്കം വിശേഷിപ്പിക്കുന്നത്. എവറസ്റ്റ് കൊടുമുടിക്ക് മുകളിലൂടെ പറക്കുന്ന ഹെലികോപ്റ്ററുകൾ ഇനി കർണാടകയിൽ നിർമ്മിക്കുമെന്നാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന സൂചനകൾ. ടാറ്റയും എയർബസും കൈകോർക്കുമ്പോൾ പ്രതിരോധ രംഗത്ത് വൻ കുതിപ്പുണ്ടാകുന്ന സാധ്യതകൾ തുറക്കുകയാണ്. 21 സുപ്രധാന കരാറുകൾ ഇന്ത്യ ഇനി ആഗോള നിർമ്മാണ ഹബ്ബായി ഉയരാൻ പോകുന്നു. റഫേൽ വിമാനങ്ങൾക്ക് പിന്നാലെ ഫ്രാൻസുമായി വലിയ തോതിലുള്ള കരാറുകൾ പോകുമ്പോൾ നമുക്കറിയാം, ലോകരാജ്യങ്ങളൊക്കെ വല്ലാതെ അനിശ്ചിതാവസ്ഥകൾ കടന്നു പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവിടെയാണ് ആഗോള തലത്തിൽ ഇന്ത്യ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. ഇന്ത്യ ഫ്രാൻസ് ബന്ധം മാറുമ്പോൾ, ഈ കരാറുകൾ ഒപ്പിടുമ്പോൾ ചരിത്രപരമായ പല മാറ്റങ്ങളും സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുപ്രധാന കരാറുകളാണ്, വെറുമൊരു സന്ദർശനമല്ല ഇത് എന്ന് വ്യക്തമാക്കുന്നതാണ് മാക്രോണിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവ്. 19-ാം തീയതി വരെ മാക്രോൺ ഇന്ത്യയിൽ തുടരും. ഊഷ്മളമായ സന്ദർശനം, അതിനപ്പുറം ഇരു രാജ്യങ്ങൾക്കും പ്രയോജനപ്രദമായ വലിയ തോതിലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ എന്നത് ലോകം ചർച്ച ചെയ്യാൻ പോകുന്നു. മേക്ക് ഇൻ ഇന്ത്യ എന്നത് ലോകത്തിൻ്റെ പല രാജ്യങ്ങളും ഉപയോഗപ്പെടുത്താൻ പോകുന്നു എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. വലിയ പ്രഖ്യാപനങ്ങൾ നടക്കുന്നു. നമുക്കറിയാം, AI സബ്മിറ്റ് ഡൽഹിയിൽ നടക്കുകയാണ്. അത് വലിയ തോതിലുള്ള ചർച്ചകളാകുന്നു. എന്തൊക്കെയാണ് ഓരോ ദിവസവും സംഭവിക്കുന്നത് എന്നുള്ളത് അത്ഭുതത്തോടെ വീക്ഷിക്കുകയാണ് ലോകരാജ്യങ്ങൾ എന്നുള്ളതാണ്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, പ്രതിരോധ രംഗത്തെ സഹകരണം പുതിയ തലത്തിലേക്ക് മാറുകയാണ്. റഫേൽ മുതൽ അന്തർവാഹിനികൾ വരെ നീളും ഞങ്ങളുടെ ബന്ധമെന്ന് മാക്രോൺ പ്രഖ്യാപിക്കുമ്പോൾ അത് പുതിയ ചരിത്രമായി മാറുകയാണ്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു ബൃഹത്തായ കരാർ തന്നെയാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി ഇന്നലേക്ക് ഉറ്റുനോക്കിയിരുന്നത് റഫാൽ വിമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാർ തന്നെയായിരുന്നു. എന്നാൽ അതിന് പുറമെ അതിനപ്പുറം പലതരത്തിലുള്ള സഹകരണത്തിൽ ഇന്ത്യയും ഫ്രാൻസും ഒപ്പിട്ടു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ഈ H-125 ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകളാണ്. ഇത് കർണാടകയിൽ നിർമ്മിക്കാനാണ് ധാരണയായിട്ടുള്ളത്. എയർബസും ടാറ്റയും കൂടി കൈകോർത്തിട്ടായിരിക്കും ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ അത് നിയന്ത്രിക്കുക. ഈ H-125 ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകൾ എന്ന് പറയുന്നത് ലോകത്ത് തന്നെ എവറസ്റ്റ് കൊടുമുടിക്ക് മുകളിലൂടെ പറക്കാൻ സാധിക്കുന്ന ഏക ഒരു ഹെലികോപ്റ്ററാണ്. നമുക്കറിയാം, ഇന്ത്യ അതിർത്തിയിൽ നിന്ന് നിരന്തരമായിട്ടുള്ള ഭീഷണികൾ നേരിടുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികളാണ് അതിൽ ഏറ്റവും പ്രധാനം. മാത്രമല്ല, ചൈന എന്ന് പറയുന്ന ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ ശത്രു അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ചൈനയുമായി ഇപ്പോൾ ഇതിനു മുൻപേ ഒരു സംഘർഷം നേരിട്ട് ഇരുന്നത് 2020 സമയത്തായിരുന്നു. ഇപ്പോൾ ഈ അടുത്തൊന്നും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലില്ല. എന്നാൽ ഒരു സൗഹൃദത്തിൻ്റെ കൈ തന്നെയാണ് ഇന്ത്യയും ചൈനയും ഇപ്പോൾ അടുത്തിടെ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു ഭീഷണി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ചൈനയിൽ നിന്നുള്ള ഭീഷണികളെ ചെറുക്കാൻ ഏറ്റവും ഗുണമേകും ഇത്തരം ഒരു ഹെലികോപ്റ്ററുകളുടെ നിർമ്മാണം എന്ന് പറയുന്നത്. ഇന്ത്യയിലേക്ക് ഫ്രാൻസ് ഇത്ര വലിയൊരു നിക്ഷേപം നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അത് ഇന്ത്യയിലുള്ള നിർമ്മാണ ചെലവിലെ വലിയൊരു കുറവ് തന്നെയാണ്. ഇത് തന്നെയാണ് ഫ്രാൻസ് ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകവും. അവർ ഇന്ത്യയിലേക്ക് ഇപ്പോൾ ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലേക്ക് ഈ AI സബ്മിറ്റിൻ്റെ ഭാഗമായി എത്തിയപ്പോൾ തന്നെ ഇന്ത്യയിൽ ഇത്തരത്തിൽ ഇപ്പോൾ റഫാൽ വിമാനങ്ങളാണെങ്കിലും മറ്റ് പ്രതിരോധ ഉൽപ്പന്നങ്ങളാണെങ്കിലും നിർമ്മിക്കാൻ അവരൊരു പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ടാണ് എത്തിയത്. ടാറ്റ അടക്കമുള്ള കമ്പനികളെ പരിഗണിക്കുന്നു എന്ന് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യവുമാണ്. ഇപ്പോൾ ടാറ്റ തന്നെയാണ് ഇപ്പോൾ എയർബസുമായി സഹകരിച്ചുകൊണ്ട് ഈ H-125 ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കാൻ ധാരണയായിട്ടുള്ള കർണാടകയിലായിരിക്കും അതിൻ്റെ നിർമ്മാണ കേന്ദ്രം. ഇതിന് സംബന്ധിച്ചുള്ള സാങ്കേതിക വിദ്യയും മറ്റ് ഉപകരണങ്ങളും എല്ലാം ഇന്ത്യക്ക് ഫ്രാൻസ് കൈമാറും. വൈകാതെ തന്നെ ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന റഫാൽ വിമാനങ്ങളുടെ കരാർ, അതിലും ഒരു ധാരണയായിട്ടുണ്ട്. മാത്രമല്ല, പ്രതിരോധ മേഖലയിൽ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ധാരണകൾ ഇന്ത്യക്കും ഫ്രാൻസിനും ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. അതിലേറ്റവും സുപ്രധാനമായ മറ്റൊന്ന് ഹാമർ മിസൈലുകളുടെ നിർമ്മാണമാണ്. അതും ഹാമർ മിസൈലുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ നിലവിൽ ധാരണയായിട്ടുണ്ട്. ഈ ഹാമർ മിസൈൽ എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓൾ വെതർ സ്മാർട്ട് എയർ ടു സർഫസ്
സ്റ്റാൻഡ് ഓഫ് വെപ്പണാണ് ഇത്. വളരെ ഇതിൻ്റെ ഒരു സാങ്കേതിക വിദ്യയെ നിലവിൽ ഇന്ത്യക്ക് കൈമാറുന്നുണ്ട്. സഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസ് ആണ് ഇതിൻ്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുക. ഇന്ത്യയിൽ തീർച്ചയായിട്ടും ടാറ്റയുമായിട്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വ്യവസായ കേന്ദ്രങ്ങളുമായിട്ടും സഹകരിച്ചായിരിക്കും ഇതിൻ്റെ നിർമ്മാണം ഇന്ത്യയിൽ ഉണ്ടാവുക. ഇത്തരത്തിൽ ഹാമർ മിസൈലുകളും H-125 ഹെലികോപ്റ്ററുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ ധാരണയായിട്ടുണ്ട്. മാത്രമല്ല പരസ്പരം ഈ സൈനിക ഉദ്യോഗസ്ഥരുടെ കൈമാറ്റം അതുകൂടി ഇന്ത്യ ഫ്രാൻസ് ധാരണയായിട്ടുണ്ട്. ഫ്രാൻസിൽ നിന്ന് സൈനിക ഉദ്യോഗസ്ഥർ മിലിറ്ററി ഓപ്പറേഷനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വരും. ഇന്ത്യയിൽ നിന്ന് തിരിച്ച് ഫ്രാൻസിലേക്കും ഇത്തരത്തിൽ മിലിറ്ററി ഉദ്യോഗസ്ഥരെ അയച്ചുകൊണ്ടുള്ള സഹകരണം ഉണ്ടാകും. മാത്രമല്ല 10 വർഷം നീണ്ട ഒരു പ്രതിരോധ കരാറിൽ കൂടി ഇന്ത്യയും ഫ്രാൻസും ഒപ്പുവെച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായി ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടതാണ്. ഇവിടെ പ്രതിരോധ രംഗത്തിൽ കഴിയുന്നില്ല, ആരോഗ്യരംഗത്തും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാ രംഗത്തും ഇന്ത്യയും ഫ്രാൻസും കൈകോർക്കുന്നുണ്ട്. അതിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കരാർ എന്ന് പറയുന്നത് ആരോഗ്യരംഗത്തുള്ള കൃത്രിമ ബുദ്ധിയുടെ ഉപയോഗമാണ്. AI ഉപയോഗിച്ചുകൊണ്ടുള്ള ആരോഗ്യ മേഖലയുടെ പ്രവർത്തനം. വ്യാപാര രംഗത്തും വലിയ രീതിയിലുള്ള ഒരു സഹകരണം ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നിലവിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അജയ്, ഈ നമ്മൾ ഈ സാധാരണ കരാറുകൾ ഒപ്പിടുമ്പോൾ ഏകപക്ഷീയമായിരിക്കും. അവിടെ കുറേ കോടികൾ അങ്ങോട്ട് കൊടുക്കുന്നു, കുറേ സാധനങ്ങൾ ഈ ഹെലികോപ്റ്റർ അടക്കം അല്ലെങ്കിൽ അന്തർവാഹിലുമായി ബന്ധപ്പെട്ട് ഒക്കെ നമുക്ക് ഇങ്ങോട്ട് തരുന്നു. അങ്ങനെയായിരിക്കും സാധാരണയായി സംഭവിക്കുന്നത് പല രാജ്യങ്ങളിൽ. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഫ്രാൻസിനെ പോലെ ടെക്നോളജിയിൽ ഏറ്റവും മികച്ച രാജ്യങ്ങളിൽ ഒന്നിൻ്റെ സാങ്കേതിക വിദ്യ കൂടി നമുക്ക് ലഭിക്കുകയാണ്. അതായത് ഇവിടുത്തെ മെയ്ക്ക് ഇൻ ഇന്ത്യ നമുക്കറിയാം വലിയതോതിൽ പ്രചാരമർഹിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വിജയിച്ച ഒരു പദ്ധതിയാണ്. നിരവധി സാധനങ്ങൾ തദ്ദേശീയമായി നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. അതിലേക്ക് വരാം. ശ്രീ MS വേണുഗോപാൽ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ MS വേണുഗോപാൽ, ഇമ്മാനുവൽ മാക്രോണിൻ്റെ പ്രസ്താവന റാഫേൽ മുതൽ അന്തർവാഹിനികൾ വരെ നീളുന്നതാണ് ഞങ്ങളുടെ ബന്ധം എന്നുള്ളത് ഒരു സൂചനയാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വിശ്വസ്തരായ പങ്കാളികൾ ഒന്നാണ് ഫ്രാൻസ് ഇന്ത്യയെ കാണുന്നത്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിക്കും. നമ്മൾ ലോകത്തിന് മുന്നിൽ കുറച്ചുകൂടി തലയുയർത്തി നിൽക്കാൻ പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? വളരെ സത്യമാണ്. കാരണം നമ്മളിപ്പോ റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് തന്നെ സംശയമുണ്ട്. ആ സന്ദർഭത്തിൽ നമ്മുടെ ഡിഫൻസ് തന്ത്രങ്ങൾക്കും അതുപോലെ തന്നെ അതിന്റെ സ്ട്രെങ്തിനും ഒട്ടും കുറവ് വരാത്ത വിധത്തിൽ നമുക്കൊരു നയം രൂപീകരിക്കേണ്ടതുണ്ട്. അതിന് പിന്നെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കൂട്ടാളി അല്ലെങ്കിൽ പങ്കാളി എന്ന് പറയുന്നത് ഫ്രാൻസാണ്. അപ്പോൾ ഫ്രാൻസുമായിട്ട് ഡിഫൻസ്, AI, ക്രിട്ടിക്കൽ മിനറൽസ്, ന്യൂക്ലിയർ എനർജി, ക്ലൈമറ്റ് ആക്ഷൻ, ഇങ്ങനെ തുടങ്ങി വലിയ പദ്ധതികളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഏതാണ്ട് 3.25 ലക്ഷം കോടിയുടെ കരാർ ഇപ്പൊ തന്നെ ആയി എന്നാണ് പറയുന്നത്. 114 റഫേൽ വിമാനങ്ങളടക്കം പദ്ധതികൾ പൂർണ്ണമായിട്ട് ഡിഫൻസ് പുറത്തുവിട്ടിട്ടില്ല. എങ്കിൽ പോലും അത്ര വലിയ പദ്ധതികളാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിഫൻസിന് പുറമെ ട്രേഡ്, സ്കില്ലിംഗ്, ഹെൽത്ത് കെയർ, സപ്ലൈ ചെയിൻസ്, ഇങ്ങനെ പല വിഷയങ്ങളിൽ നമ്മൾ ഫ്രാൻസുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയാണ്. ഇമ്മാനുവൽ മാക്രോണും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാണ്. നെതന്യാഹുവും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാണ്. ഇതൊക്കെ ലോകം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് ഇസ്ലാമിക് നാറ്റോ രാഷ്ട്രങ്ങളുടെ നീക്കങ്ങൾ ഉൾപ്പെടെ ആ ഒരു ചേരി കൂടെ വരുമ്പോൾ ലോകത്ത് ഒരു പുതിയ ചേരി രൂപപ്പെടുകയാണ്. ആ സന്ദർഭങ്ങളിൽ ഇന്ത്യയും ഫ്രാൻസും ഒക്കെ സമാനമായ, അതുപോലെ തന്നെ ഇസ്രയേലുമൊക്കെ സമാനമായ ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ ഈ ഇസ്ലാമിക് നാറ്റോ എന്ന് പറയുന്നത് ലോകത്തിന് നല്ലതാണ്.